ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശന സ്വരം ഉയർത്തുകയാണല്ലോ. എന്തൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ലേഖനം? ഈ ഉന്നത വിദ്യാഭ്യാസം കുളം തോണ്ടി കുളമാക്കി, ആ മേഖലയിൽ വലിയ വീഴ്ച മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായി എന്നതുൾപ്പെടെ എന്തൊക്കെ വിമർശനങ്ങളാണ്? ദിവീഷ് മണി, തീർത്തും വിമർശനവും മന്ത്രിക്കെതിരെയുള്ള പൂർണ്ണമായ പരിഹാസവും നിറഞ്ഞതാണ് ഇന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള ലേഖനം. കടുകുവറ എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ജനിക്കും മുൻപൻ കുഞ്ഞ് ഇംഗ്ലീഷ് പറയണം, അതിനാൽ ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിതാ ശകലത്തോടു കൂടിയാണ് ഈ ലേഖനം തുടങ്ങുന്നത്. അതായത് തുടക്കത്തിൽ തന്നെ ഈ കീം പരീക്ഷയുമായി സർക്കാരിന് പറ്റിയ വീഴ്ച, ആ വീഴ്ച ചൂണ്ടിക്കാണിച്ച് ആ വീഴ്ച സർക്കാരിന് ഏറ്റവും വലിയ അബദ്ധമായി പോയി എന്ന രൂപത്തിലാണ് ഇത് തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ സംഘപരിവാർ ചാൻസലർ എന്ന പദവി വഹിച്ചുകൊണ്ട് സർക്കാരിന്റെ പൂർണ്ണമായ അധികാരം സംഘപരിവാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന രൂപത്തിലും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ VC-മാർ, കേരളത്തിലെ കോളേജുകളിലെ VC-മാർ സേവാഭാരതി പരിപാടിയിൽ ഒക്കെ പങ്കെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിമർശനവുമുണ്ട്. കാരണം VC-മാരൊക്കെ സംഘപരിവാരത്തിലേക്ക് നീങ്ങുന്നു, അവരൊക്കെ ചേർന്നാണ് ഉന്നത വിദ്യാഭ്യാസം ഭരിക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസം പൂർണ്ണമായും കുളം തോണ്ടി എന്ന രീതിയിലാണ് വിമർശനം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബിന്ദു പലപ്പോഴായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾ, ആ ഇംഗ്ലീഷ് വാക്കുകളെയൊക്കെ പരിഹസിക്കുന്നതും ഈ ലേഖനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബിന്ദു ബിരുദം 4 വർഷമാക്കിയ സമയത്ത് കാര്യമായ ചർച്ചകളൊന്നും ഇതിൽ നടത്തിയില്ല, ആരുമായിട്ടും കൂടിയാലോചിച്ചില്ല, അതൊക്കെ വേണമായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് സ്വയം പ്രൊഫസർ എന്നാണ് തന്നെ ബിന്ദു വിശേഷിപ്പിച്ചത്. എന്നാൽ അത് തെറ്റായിപ്പോയി, അത് അബദ്ധമായി പോയി. കാരണം അക്കാലത്തൊന്നും പ്രൊഫസർമാരൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ബിന്ദുവിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് പിന്നീട് അത് തിരുത്തിയത് എന്നൊക്കെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടും സംഘപരിവാർ കൈയടക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കീം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന് കാര്യമായ ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഈ ബിരുദം 4 വർഷമായതൊക്കെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള നടപടികളാണ്.